സന്ദർശനവും നിരവധി ഉംറകളും കഴിഞ്ഞ് നമ്മൾ മക്കയോട് വിട പറയുകയാണ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്നും ജനങ്ങൾ മക്കയിലേക്ക് ഒഴുകി വന്നപ്പോൾ അതിലൊരു അംഗമാകാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നു. ആ അള്ളാഹുവിനെ നമ്മൾ എത്രയും സ്തുതിച്ചാൽ മതിയാവുകയില്ല. ഉംറയിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുകയായിരുന്നു. കഅബയുടെ മുറ്റത്ത് മതാഫിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കാൽപാദം സത്യവിശ്വാസിയായിരുന്നുവെങ്കിൽ സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട അടയാളം കൂടെയാണ് കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നോർത്തുകൊണ്ട് വിറച്ചു പോവുക എന്നുള്ളത്. ലക്ഷങ്ങൾ നിറഞ്ഞൊഴുകുന്ന ആ മുറ്റത്ത് ആ തിരക്കിൽ ഒരു അംഗമായിക്കൊണ്ട് അള്ളാഹുവിന്റെ കൃപയുടെ കടാക്ഷം തേടി ഇഹ്റാമിന്റെ വിശുദ്ധിയിൽ ഒരേ വേഷം ധരിച്ച് ഒരേ ചിന്തയിൽ സമ്പന്നനും ദരിദ്രനും പണ്ഡിതനും പാമരനും കറുത്തവനും വെളുത്തവനും വേർതിരിവുകളില്ലാതെ നമ്മൾ ഒരുമിച്ച് കൂടി. ഒരു പക്ഷേ നാം തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ വലഭാഗത്തുള്ളവൻ വലിയ സമ്പന്നനാവാം, ഇടഭാഗത്തുള്ളവൻ കോടീശ്വരനാവാം. എല്ലാവരും റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുമ്പിൽ തുല്യനാണ് എന്ന ഒരു വലിയ സന്ദേശം നൽകുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ചുട്ടുകൊള്ളുന്ന വെയിലിൽ തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഞാനും നിങ്ങളും ഒരു നാൾ മഹ്ശറിൽ ഇതുപോലെ നിൽക്കേണ്ടി വരും എന്ന വലിയ ഒരു ചിന്തയാണ് വിദാഇന്റെ തവാഫിലൂടെ നാം നേടിയെടുക്കേണ്ടത്. നമുക്കറിയാം, 2-3 ഉംറകൾ നമ്മൾ പകയിൽ ചെയ്തപ്പോൾ ശക്തമായ വെയിലിൽ ആ തവാഫ് പൂർത്തീകരിക്കാൻ തന്നെ നമ്മൾ എത്രമേൽ പ്രയാസം സഹിച്ചു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ നിൽക്കാൻ പോകേണ്ട മഹ്ശറിനെ കുറിച്ചുള്ള ഒരു സന്ദേശം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ വെച്ച് നാം നിർവഹിച്ച മുഴുവൻ കർമ്മങ്ങൾ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ എന്ന പ്രാർത്ഥന. ആ ഇബാദത്തുകളൊക്കെ പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക.